നമുക്ക് ഈ കൊറോണ കാലം സമ്മാനിച്ചിരിക്കുന്നത് സാമൂഹ്യകലം പാലിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ആ ഒരു സൽപ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്ന ഓഫറായിട്ട് കിട്ടുന്ന ഒരു സമ്മാനം കൂടെ ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ? മടി അല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ ഇരുന്നേരം നമുക്ക് കുട്ടികൾക്ക് മടി, വലിയവർക്ക് മടി, എല്ലാവർക്കും ആഹാരം കഴിക്കാൻ മടി, ഉണ്ടാക്കാൻ മടി, എല്ലാത്തിനും മടിയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരിക്കൽ ഒരു രാജ്യത്ത് ഇതുപോലെ തന്നെ ഒരു മഹാമാരി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ പ്രമുഖരായ കുറച്ച് ഊർജ്ജസ്വരായ ചെറുപ്പക്കാരൊക്കെ തീരുമാനിച്ചു നമുക്ക് ഈ മടിയന്മാരെയൊക്കെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ മത്സരത്തിൽ ഒരുപാട് കക്ഷികൾ പങ്കെടുത്തു. പക്ഷെ പങ്കെടുത്തവരാരും മുന്നോട്ട് വന്നില്ല. എല്ലാവരെയും ഈ സംഘാടകർ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ആ കണ്ടുപിടിച്ച ഇതിൽ ഏറ്റവും മടിയനായിട്ടുള്ള ആൾക്ക് സമ്മാനം കൊടുത്തു. 1ാം സമ്മാനം കൊടുത്തു. ആ സമ്മാനം വീട്ടിൽ കൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞു, സത്യത്തിൽ എനിക്കല്ല കിട്ടേണ്ടത്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണ് ശരിക്കും ഇത് കിട്ടേണ്ടത്. അവൻ ഇതുവരെയായിട്ടും ഈ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവനെ എഴുന്നേറ്റ് കട്ടിൽ നിന്ന് എഴുന്നേക്കാത്തൊരു വ്യക്തിയാണ്, നമുക്ക് അങ്ങോട്ട് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫസ്റ്റ് കിട്ടിയ ആളെയും കൊണ്ട് ഈ സംഘാടകർ അവൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ കട്ടിലിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടന്ന് സുഖകരമായിട്ട് ഉറങ്ങി സ്വപ്നമൊക്കെ കണ്ട് കിടക്കുവാണ്. അപ്പോൾ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്കാണ് ഇത്തവണത്തെ സമ്മാനം, നിനക്ക് മടിയന്മാർക്കുള്ള ഫസ്റ്റ് സമ്മാനം നിനക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കോ? പക്ഷേ നിങ്ങൾക്ക് ആൾ തെറ്റിപ്പോയി, എന്നേക്കാൾ മടിയനായ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിന്നേക്കാൾ മടിയനുണ്ടോ? ഈ കട്ടിലിൽ ഞങ്ങൾ വന്നിട്ട് എഴുന്നേക്കാത്ത നിന്നേക്കാളും മടിയനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഇതാണ്ട് പുറത്തിരിക്കുന്നു, എൻ്റെ അച്ഛനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, എവിടെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇതില്ല, മാവിൻ്റെ മുകളിലിരിക്കുന്ന കണ്ട, അത് അച്ഛനാണെന്ന് പറഞ്ഞു. ഓഹോ, അച്ഛൻ മിടുക്കണല്ലോ, മാവിൻ്റെ മുകളിലൊക്കെ രാവിലെ കയറി ഇരിക്കുവാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഇന്ന് കയറിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനൊരു മാങ്ങ കഴിച്ചിരുന്നു, അതിന് മാങ്ങ വേണ്ടി അവിടെ ഇട്ട് അങ്ങനെ അത് നോക്കിക്കൊണ്ടിരുന്നതെന്ന് ആ മാങ്ങ കിളുത്ത് ആ മാവ് വലുതായി. അങ്ങനെ മാവിൻ്റെ കൊമ്പിലോട്ട് ഓട്ടോമാറ്റിക്കലി പുള്ളി താഴ്ത്തിരുന്നുകൊണ്ട് തന്നെ കമ്പ് അയാളെ കൊണ്ട് പൊങ്ങി മുകളിലോട്ട് പോയി മുകളിൽ തന്നെ ഇരിക്കുവാണ്, ഇതുവരെയായിട്ടും താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ആ മടിയന്മാർക്ക് സമ്മാനം കൊടുത്ത ആൾക്കാർ വാ തുറന്നിരുന്നു എന്നുള്ളതാണ് കഥ. കഥയിൽ ചോദ്യമില്ല. ഇങ്ങനെയുള്ള മടി ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ഈ മടികളൊക്കെ മാറ്റാനും വളരെ ഊർജ്ജസ്വലരായിട്ട് നമുക്ക് മുൻപത്തേക്കാൾ വളരെ ആവേശത്തിൽ തിരിച്ചു വരുവാനുമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു മുദ്ര നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. അതായത് വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിലും ഒരു സമയ നഷ്ടമോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമ്മളുടെ കൈവിരലുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന മുദ്രകൾ. അതായത് കൈവിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്ലോക്കുകൾ, രക്തസഞ്ചാരത്തിലും വായുസഞ്ചാരത്തിലും ജീവശക്തിയുടെ പ്രവാഹത്തിലും ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി വളരെ സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്ന രീതിയിലോട്ട് നമ്മുടെ കൈ വിരലുകളുടെ അഗ്രങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എത്രയും വേഗം നമ്മുടെ അസ്വസ്ഥതകളും ഒക്കെ മാറ്റിയിട്ട് നമുക്ക് വളരെ ഹാപ്പിയായിട്ട് മാറാമെന്നുള്ള ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ചിന്മുദ്രയായിരുന്നു, അതായത് ഞാൻ മുദ്രയായിരുന്നു. ഇനി രണ്ടാമത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ മടി എന്ന് പറയുന്നത് പിന്നിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ വേദനയാണ്, ശരീരം വേദന, കൈകാൽ വേദന, മരവിപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. കിടന്നായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിലും ആ വേദനകളെല്ലാം ഒന്ന് മാറുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉഷാറാവും അല്ലേ? അങ്ങനെ നിങ്ങളുടെ വേദനകളൊക്കെ മാറ്റി നിങ്ങൾ വളരെ ഉഷാറാക്കി കൊണ്ടുവരാനായിട്ടുള്ളൊരു മുദ്രയാണ്. ഈ മുദ്രയുടെ പേരാണ് വായുമുദ്ര. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നന്നായിട്ട് കുടിക്കുക. കാരണം അതെങ്കിലും കുടിക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ബ്ലോക്കുകളൊക്കെ മാറ്റി വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിനോടൊപ്പം നമ്മൾക്കറിയാം, നമ്മുടെ ഈ വേദനകളൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും രക്തപ്രവാഹം കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ വെയിൻസിലുമൊക്കെ അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാകാം. ഹാർട്ടിലേക്ക് ഉണ്ടാകുന്ന അമിതമായ വായു സഞ്ചാരം മൂലമാണ് നമുക്ക് ചിലപ്പോൾ ഹാർട്ടിന് വേദന ഉണ്ടാകുന്നത്, ഹൃദയവേദന. അതുപോലെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന വളരെ നല്ലൊരു മുദ്രയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഗ്യാസ്, നെഞ്ചരിച്ചൽ എന്നൊക്കെ പറഞ്ഞ് ഛർദ്ദിക്കൽ, ഓക്കാനം എന്നൊക്കെ വരുന്ന ഗ്യാസിൻ്റെ ഒരു അത് അസന്തുലിതമായൊരവസ്ഥ, ഈ എല്ലാ അസന്തുലിതമായ ബാലൻസ് എല്ലാത്തിനെയും ഒരു ബാലൻസ് ആക്കി കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് വളരെ നന്നായിട്ട് നമ്മുടെ ശരീരം നമ്മളുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന രീതിയിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വേദനകളൊക്കെ പമ്പ കടത്തിക്കാനായിട്ടുള്ള ഒരു വളരെ നല്ലൊരു മുദ്രയാണ് വായുമുദ്ര. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ചെയ്യേണ്ടത് 15 മിനിറ്റ് വീതം 3 നേരം ചെയ്യുക, അല്ലെങ്കിൽ 45 മിനിറ്റിൻ്റെ ഒറ്റ തവണയെങ്കിലും ചെയ്യുക. ഒരു ദിവസം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പതിയെ നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള രോഗങ്ങളാണെങ്കിൽ സമയമെടുക്കും എങ്കിൽ പോലും ഇന്ന് തന്നെ തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മാറാത്ത നടുവേദന, മുട്ടുവേദന, കൈകാൽ തരിപ്പ്, എല്ലാ അസ്വസ്ഥതകളും മാറി വളരെ ആക്റ്റീവായിട്ട് മടിയൊക്കെ മാറി വളരെ ഉഷാറായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ പരിശീലിച്ച് തുടങ്ങുക. ചെയ്യാൻ വളരെ ഈസിയാണ്. കൈകളിങ്ങനെ പിടിച്ചിട്ട് നിങ്ങളുടെ തള്ളവിരലും ചൂണ്ടുവിരലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. 2 കൈകളും ഒരേപോലെ ചെയ്യുക. അപ്പോൾ ഗുണം കൂടുതലായിരിക്കും. ഇങ്ങനെ പിടിച്ചുകൊണ്ട്
ഇതാണ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്മൾ ചിന്മുദ്ര, ഞാൻ മുദ്ര. ഈ ചെയ്യുന്നത് പോലെ തന്നെ കൈകളൊന്ന് മടക്കിയിട്ട് രണ്ടാമത്തെ മുദ്രയായ വായുമുദ്ര, ഇതാണ് വേദനയ്ക്കുള്ള മുദ്ര. ഇങ്ങനെ പിടിക്കുക. അതായത് നമ്മുടെ ചൂണ്ടുവിരൽ രണ്ടും മടക്കി അതിൻ്റെ മുകളിലോട്ട് തള്ളവിരൽ ചേർത്ത് പിടിച്ചു, ബാക്കി മൂന്നിൽ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. ഇതിനാണ് വായുമുദ്ര എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വായു ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവാഹങ്ങളും, എല്ലാ സർക്കുലേഷൻസും കറക്റ്റ് ആകുകയും നമ്മുടെ രക്തപര്യന വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ വേദനകളെല്ലാം വളരെ വേഗം ആശ്വാസം കിട്ടുകയും വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങളെല്ലാവരും വായുമുദ്ര പരിശീലിക്കുക. 15 മിനിറ്റ് വീതം 3 നേരമോ അല്ലെങ്കിൽ 45 മിനിറ്റിൻ്റെ ഒറ്റ സ്ട്രെച്ചിലോ നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതത്തിലേക്ക് വളരെ ആവേശത്തോടെ മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷീനസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുതും, ഓർക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം, താങ്ക് യു.